മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് ചാലക്കുടിയിൽ മത്സരിക്കും. കിഴക്കമ്പലത്തെ 2020 സ്ഥാനാർത്ഥിയായും മത്സരിക്കുക. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 കൂട്ടായ്മയാണ്. വിവരങ്ങളുമായി ബ്രിജേഷ്, എന്താണ് വിശദാംശം? അന്ന എറണാകുളം ജില്ലയിലെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കിഴക്കമ്പലം പ്രദേശം അല്ലെങ്കിൽ കിഴക്കൻ പഞ്ചായത്ത് ഭരിക്കുന്ന 2020 കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ജേക്കബ് തോമസ് മത്സരിക്കുക. നേരത്തെ തന്നെ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നു. എന്നാൽ ഇന്ന് അതിനുശേഷം മണ്ഡലത്തിലെ നിരവധി മുതിർന്ന നേതാക്കളും അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളുമായിട്ട് ഇവർ ചർച്ച നടത്തുകയും ഒടുവിലാണ് ജേക്കബ് തോമസിനുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിനുശേഷമാണ് ഏതാണ്ട് ഇദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഒരു നിലപാടിലെത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഔദ്യോഗികമായി 2020 പ്രഖ്യാപിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുക. അതിനു മുമ്പ് ഇതിൽ കൃത്യമായ ഒരു നിലപാട് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് തൻ്റെ സേവനം ആവശ്യമില്ല എന്നൊരു നിലപാടാണുള്ളത്. അതുകൊണ്ട് തന്നെ ജനസേവനത്തിനായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ IPS അല്ലെങ്കിൽ നിലവിൽ IPS ഉദ്യോഗസ്ഥനാണ്. ഈ IPS രാജിവെക്കേണ്ടി വരും. അത്തരത്തിൽ രാജിവെച്ച് ജനങ്ങളുമായി പ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ചാലക്കുടി മണ്ഡലത്തിൽ ജേക്കബ് തോമസ് മത്സരിക്കും. 2020 സ്ഥാനാർത്ഥിയായി ജേക്കബ് തോമസ് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നമുക്കറിയാം, അതായത് ചാലക്കുടി മണ്ഡലത്തിലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ അതായത് 19 സീറ്റിൽ 18 സീറ്റിലും വിജയിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. 25,000-ലധികം വോട്ടുകൾ ഇവർക്ക് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതോടൊപ്പം തന്നെ കിഴക്കമ്പലത്ത് ഈ 2020 രൂപീകരിച്ച അന്ന് മുതൽ തന്നെ ബെന്നി ബെഹനാന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു നിലപാടാണ് 2020 സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാന് ഒരു പ്രതികൂലമായിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു സാഹചര്യമായിരിക്കും ജേക്കബ് തോമസിൻ്റെ സ്ഥാനാർത്ഥിയും സൃഷ്ടിക്കുക. ഇതോടൊപ്പം തന്നെ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ബെന്നി ബെഹനാൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ ഭിന്നിച്ചു പോകാനും, അതായത് കിഴക്കമ്പലം ഈ യാക്കോബായ വിഭാഗവുമായി വലിയ ബന്ധം പുലർത്തുന്ന കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാൻ ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജേക്കബ് തോമസ് മത്സരിക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം 2020 ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ.